അത് അദ്ദേഹം അങ്ങനെയൊന്നുമല്ല. രാഷ്ട്രീയ പിന്തുണയെക്കുറിച്ചൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അവിടെ ഭരണകക്ഷിയുടെ ഒരു MLA ആരോപണം ഉന്നയിക്കുന്നു. ഞങ്ങൾ പറഞ്ഞത് എന്താ, അദ്ദേഹം പറയുന്ന ആരോപണം തെറ്റാണെങ്കിൽ സർക്കാർ പറയട്ടെ ഈ ആരോപണം തെറ്റാണ്, അയാൾക്കെതിരെ നടപടിയെടുക്കട്ടെ. അതല്ലല്ലോ ചെയ്തത്. അയാൾ പാർട്ടി സെക്രട്ടറിയെ കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞതല്ല, തലേദിവസം പറഞ്ഞതല്ല പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്കിത് CPM-ൽ നടക്കുന്ന കൊട്ടാര വിപ്ലവമാണോ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണോ എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രശ്നം. ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഭരണകക്ഷി MLA അയാൾ പറയുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ. ഇതുവരെ വാ തുറന്നില്ലല്ലോ. ഞങ്ങളൊക്കെ വന്ന് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയല്ലേ. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇത് കാര്യം എന്താണെന്ന് പറയില്ലല്ലോ. എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തിയിരുന്ന ആളങ്ങ് നിർത്തിയല്ലോ പെട്ടെന്ന്. അദ്ദേഹം പറയട്ടെ, ഈ അൻവർ എന്ന് പറയുന്ന ഭരണകക്ഷി MLA പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്, ദുരാരോപണമാണ്, തെറ്റാണ്, ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസോ പറയാൻ തയ്യാറുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പറയട്ടെ, പറഞ്ഞ് അവർ തെളിയിക്കട്ടെ. അപ്പോൾ CPM-ൽ നടക്കുന്നത് എന്താണെന്ന് വി ആർ ലീസ്റ്റ് ബോധേഡ് അബൌട്ട് ദാറ്റ്. ഞങ്ങൾക്ക് അതൊന്നൊരു വിഷയമല്ല. വിഷയം ആരോപണമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ആദ്യം കള്ളക്കടത്ത്, പ്രിൻസിപ്പൽ സെക്രട്ടറി, സീനിയർ IAS ഓഫീസർ ജയിലിൽ ഇല്ലേ. രണ്ടാമത്തെ ഭരണത്തിൽ വീണ്ടും സ്വർണ്ണക്കടത്തിൽ മാത്രമല്ല, സ്വർണം പൊട്ടിക്കൽ, പിന്നെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കൊലപാതകം, അതിന് കൂട്ടുനിൽക്കുക. ഇതൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. എന്നിട്ടും അദ്ദേഹം അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുക. ഇറങ്ങി പോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും വരുന്ന ദിവസങ്ങളിൽ. സംശയം എന്താ? അതിശക്തമായ പ്രതിഷേധം ഉണ്ടാവും. അതൊക്കെ ഈ ഓരോ യോഗത്തിൽ വന്നിരിക്കുമ്പോൾ അതിഥിയെ സ്വാഗതം ചെയ്യുമ്പോൾ പറയുന്നത് സാധാരണ തമാശ പറയുന്ന പോലെ പറഞ്ഞു. അതൊന്നും ഗൗരവമാണ്. ഞങ്ങളൊന്നും ഗവർണറുടെ കൂടെ അല്ല. ഗവർണർ എടുത്ത നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഗവർണറും സർക്കാരും കൂടി ഒരുമിച്ചായിരുന്ന ഏർപ്പാട്. ഒരുമിച്ച് ഇടയ്ക്കിടയ്ക്ക് അവർ തെറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ ഡൽഹിയിൽ നിന്ന് കൊണ്ടിരുന്ന അലുവ ക്ലിഫ് ഹൗസിൽ നിന്ന് കൊണ്ടിരുന്ന മധുരപലഹാരങ്ങൾ രാജ്ഭവനിലേക്കും കൊടുത്തയച്ച് ഇവർ സെറ്റിൽ ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും യോജിച്ച് നിന്നുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റികളിലെ മുഴുവൻ വൃത്തികേടുകൾ നടന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവർ തെറ്റുമ്പോൾ തെറ്റുന്ന ആളുകളുടെ കൂടെ ഞങ്ങളെ കിട്ടില്ല. ഇവർ രണ്ടു കൂട്ടരും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തതാണ്. ഞങ്ങൾക്ക് അതൊന്നും പല യോഗത്തിൽ ആരെങ്കിലും സംസാരിക്കുമ്പോൾ പറഞ്ഞു നമുക്ക് അല്ല. ഞാൻ ചോദിക്കട്ടെ, എന്നോട് നിങ്ങൾ തെളിവ് ചോദിക്കണം, അവരോട് നിഷേധിക്കണമെന്ന് ചോദിക്കണം. ഞാൻ എന്താ പറഞ്ഞത്? അവർ നിഷേധിക്കട്ടെ എന്നാണ്. ഞാനല്ലല്ല. നോ. ഞാൻ വളരെ കൃത്യമായിട്ടാണ് ഞാനല്ലേ പറഞ്ഞത്. ഞാൻ വേറെ ആരെ കൊണ്ടുവല്ലല്ല പറയിപ്പിച്ചത്. 2023 മെയ് 20 മുതൽ 22 വരെ തൃശൂർ ജില്ലയിലെ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ നടന്ന ക്യാമ്പിൽ RSS ജനറൽ സെക്രട്ടറി പങ്കെടുത്തു. അദ്ദേഹത്തെ ഔദ്യോഗിക കാറിൽ വന്ന ADGP ആ കാറ് ഹയാത്തിൽ പാർക്ക് ചെയ്ത് പോയി കണ്ടു. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിന് BJP നേതാവ് ആകെ ഒരാളെ ഇന്നലെ പറഞ്ഞുള്ളൂ, ഞങ്ങളെല്ലാവരും കാണും, അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. പിന്നെ ഞാനെന്തിനാ, എന്നോട് എന്തിനാ നിങ്ങൾ ചോദിക്കും? നിങ്ങൾ അവരോട് പോയി ചോദിക്കും. അവരോട് ചോദിക്കുക ഇത് തെറ്റാണെന്ന് പറയും. ഇന്നലെ ആരെങ്കിലും ഇപ്പം 24 മണിക്കൂറും കഴിഞ്ഞല്ലോ ഒരു സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും, ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത് അല്ലേ? ഞാൻ മുഖ്യമന്ത്രിയോടും ADGP-യോടും RSS-നോടുമാണ് ചോദിച്ചത്. മുഖ്യമന്ത്രിയോടാണ് ഞാൻ ചോദിച്ചത്. മുഖ്യമന്ത്രിയോട് ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു ആത്മാർത്ഥതയാണ് മുഖ്യമന്ത്രിയോട്. ആരാ മറുപടി പറയാൻ വന്ന്? BJP നേതാവ് സുരേന്ദ്രനോട് ഞാൻ ചോദ്യമൊന്നും ചോദിച്ചല്ലോ. സുരേന്ദ്രൻ എന്താ പറയുക? നിഷേധിക്കല്ല, ഇത് ഉണ്ടയില്ല വേടിയാണ്. അതൊക്കെ ആർക്കും പറയാൻ പറ്റുന്ന സാധനമാണ്. ഉണ്ടയില്ല എന്നൊന്നും നോക്കണ്ട, ഇത് സത്യമാണോ എന്ന് പറഞ്ഞു. അപ്പൊ ആരും നിഷേധിച്ചില്ല. പിന്നെ എന്നിട്ട് എന്നോടാണ് തെളിവ്. നിഷേധിക്കട്ടെ. ഞാൻ ഇതെല്ലാം തെളിവല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം തെളിവല്ലേ? ഡേറ്റ്, സമയം, പോയ സ്ഥലം, കാറ് പാർക്ക് ചെയ്ത് പോയ സ്ഥലം, എനിക്ക് കൂടെ പോയ ആളുകളെ എല്ലാവരും അറിയാം. അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളോട് ഇന്നലെ ഞാൻ എന്താ പറഞ്ഞത്? എന്തിനാ എല്ലാ ദിവസവും എന്നോട് അങ്ങനെ ചോദിക്കണം? ഞാൻ എൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത രാഷ്ട്രീയ നേതാവാണ്.